എയ്സാപ്പിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് SSC ബാങ്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. സിൻസിയർ സ്റ്റുഡൻസ് ലൈക്ക് യു ആൻഡ് ഹീ ഷുഡ് സ്റ്റഡി റെഗുലർലി ടു പാസ് ദി എക്സാമിനേഷൻ എന്നാണ്. ഇവിടെ ഗ്രാമർ പാർട്ടിലെ എറർ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിൻസിയർ സ്റ്റുഡൻസ് എന്ന ഭാഗത്തിൽ തെറ്റുണ്ടോ, റെഗുലർലി ടു പാസ് ദി എക്സാമിനേഷൻ എന്ന ഭാഗത്ത് തെറ്റുണ്ടോ, പിന്നെ സി എന്നത് നോ എറർ എന്നാണ്, ഡി എന്നത് ലൈക്ക് യു ആൻഡ് ഹീ ഷുഡ് സ്റ്റഡി എന്നാണ്. ഗ്രാമാറ്റിക്കലി ഈ വാചകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോ എറർ ആണ്, കറക്റ്റ് ഓർഡറിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഈ വാചകത്തിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ് ആണ്. എറർ നോക്കാനുള്ള പാർട്ടുകൾ സാധാരണ എല്ലാ എക്സാമിനും വരാറുള്ളതാണ്. അതുപോലെ വന്നിട്ടുള്ളൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. രണ്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത്? വൈൽ ആസ്ട്രോളജി ഹാസ് എ ലോങ് ഹിസ്റ്ററി ഇറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് സ്യൂഡോ സയൻസ് എന്നാണ്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് എന്താ? ഈ ഭാഗത്തിലും ഗ്രാമറിൽ എറർ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വി ജനറലി use the indefinite article. There are three articles. They are a and the. അപ്പോൾ സ്വാഭാവികമായും ജനറലി നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അതൊക്കെയാണ്. എ എന്നതും ആൻ എന്നതും നമ്മൾ അറിയപ്പെടുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ്. വി ജനറലി യൂസ് ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ബിഫോർ എ നോൺ സ്പെസിഫിക് നൗൺ. പ്രത്യേക പ്രാധാന്യത്ത് കൊടുത്ത് പറയാത്ത നാമത്തിൻ്റെ മുൻപിലാണ് നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചേർക്കാറുള്ളത്? ആർട്ടിക്കിൾ ചേർക്കാറുള്ളത്. ഇവിടെ കൺസിഡേർഡ് സ്യൂഡോ സയൻസ് എന്നാണ് പറഞ്ഞത്. അത് ജനറലൈസ് ചെയ്തിട്ടുള്ളതല്ല, സ്വാഭാവികമായും ഒരു നോൺ സ്പെസിഫിക് നൗണാണ്. അപ്പോൾ സ്വാഭാവികമായും കൺസിഡേർഡ് എ സ്യൂഡോ സയൻസ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. അപ്പോൾ അവിടെ തെറ്റ് കിടക്കുന്നത് എവിടെയാണ്? തെറ്റ് കിടക്കുന്നത് കൺസിഡേർഡ് സ്യൂഡോ സയൻസ് എന്നല്ല വേണ്ടത്, കൺസിഡേർഡ് എ സ്യൂഡോ സയൻസ് എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ എന്നത് ആഡ് ചെയ്യണം. ഐ ഹാവ് 3 സിസ്റ്റേഴ്സ്. മീര ഈസ് ദ എൽഡർ ആൻഡ് ചാരു ഈസ് ദ യങ്ങസ്റ്റ്. അത് നോക്കിയാൽ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും മനസ്സിലാവുന്നതാണ്. ആ വാചകം, ആ സെൻറ്റൻസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന പാർട്ടാണ്. SSC ബാങ്ക് എക്സാമിന് നിർബന്ധമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ദർ ആർ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ്. ദേ ആർ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. ഈ വാചകം ഏതിലാണ് വരുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ്. അപ്പോൾ നമുക്കറിയാം, മുൻപ് നമ്മൾ എയ്സിൻ്റെ യൂട്യൂബ് വീഡിയോസിലെല്ലാം നമ്മൾ ചെയ്തതാണ്. ബിഫോർ ദ സൂപ്പർലേറ്റീവ് വേർഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് റിക്വയർഡ്. സൂപ്പർലേറ്റീവ് പദത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നിർബന്ധമാണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? എൽഡർ എന്നാണ് തന്നിരിക്കുന്നത്. എൽഡർ എന്നതിനെ എന്താക്കി മാറ്റിയാൽ മതി? എൽഡസ്റ്റ് എന്ന് മാറ്റിയാൽ മതി. അപ്പോൾ ദ എന്ന ആർട്ടിക്കിൾ വന്നതുകൊണ്ട് എൽഡർ എന്നത് കമ്പാരിറ്റീവ് വേർഡാണ്. ആ എൽഡർ എന്നതിനെ നമ്മൾ എന്താക്കി മാറ്റണം? എൽഡസ്റ്റ് എന്നാക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിലെ മെമ്പർമാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾഡ് എന്ന നാമവിശേഷണ പദത്തിന് 2 കമ്പാരിറ്റീവ് പദങ്ങളും 2 സൂപ്പർലേറ്റീവ് പദങ്ങളുണ്ട്. 2 കമ്പാരിറ്റീവ് പദങ്ങൾ, 2 സൂപ്പർലേറ്റീവ് പദവും. ഏതൊക്കെയാണ്? ഒന്ന് ഓൾഡർ എന്നാണ് സൂപ്പർലേറ്റീവ്, കമ്പാരിറ്റീവ് ഓൾഡർ, സൂപ്പർലേറ്റീവ് ഓൾഡസ്റ്റ്, പിന്നെ എൽഡർ, പിന്നെ എൽഡസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായും ഐ ഹാവ് 3 സിസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ, അതുകൊണ്ടാണ് 3 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ മാത്രമല്ല മോർ ദാൻ 2 ആണ്, 2-ലധികം വന്നിരിക്കുകയാണ്. 2-ലധികം വന്നാൽ ഏത് ഡിഗ്രിയാണ് വരിക? കമ്പൽസറി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതുകൊണ്ട് ദ എൽഡർ എന്നല്ല ആൻസർ, ദ എൽഡസ്റ്റ് എന്നാണ്. പാടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മീര ഈസ് ദ എൽഡർ. എൽഡർ മസ്റ്റ് ബി റീപ്ലേസ്ഡ് വിത്ത് എൽഡസ്റ്റ്. എൽഡസ്റ്റ് എന്നാക്കി മാറ്റിയാൽ മതി. 4th വൺ, എ മാൻ who has been accused of fraud in an earlier job. മുൻപ് ചെയ്തിരുന്ന ജോലിയിൽ അയാൾ കളങ്കമുള്ള ആളാണ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുള്ള ആളാണെന്ന് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? കുറ്റാരോപിതനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീ വിൽ നെവർ ബി വെൽക്കം ഇൻ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. മറ്റേതൊരു സ്ഥാപനത്തിലും അയാളെ വീണ്ടും എന്ത് ചെയ്യാൻ സാധ്യതയില്ല? പണിക്കെടുക്കാൻ സാധ്യതയില്ല, ജോലിക്കെടുക്കാൻ സാധ്യതയില്ല. ഈ വാചകത്തിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായും തെറ്റുണ്ട്. എന്താ കാരണം? ആ വാചകത്തിലെ സബ്ജക്റ്റ് എ മാൻ എന്നാണ്. പിന്നെ അതിന് പകരം വീണ്ടും എന്തിൻ്റെ ആവശ്യമില്ല?
ഹീ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം ഒരു പ്രൊനൗൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇൻ ആൻ ഏർലിയർ ജോബ് ഹീ വിൽ നെവർ ബി എന്നതിൽ എ മാൻ ഈസ് ഓൾറെഡി മെൻഷൻഡ് ആസ് ദ സബ്ജക്റ്റ് ഓഫ് ദിസ് സെൻറ്റൻസ് എന്നാണ്. ഈ വാചകത്തിൽ ഓൾറെഡി സബ്ജക്റ്റ് ആയിട്ട് പരാമർശിച്ചതുകൊണ്ട് പിന്നെ ആദ്യം എന്തിൻ്റെ ആവശ്യമില്ല, ഹീ വിൽ നെവർ ബി എന്ന് വേണ്ട, വിൽ നെവർ ബി എന്ന് മതി. അപ്പോൾ അവിടെ വരുന്ന ഹീ എന്നതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല, കാരണം വാചകത്തിൻ്റെ മുമ്പിൽ എ മാൻ എന്ന് വന്നതുകൊണ്ട്. ഫിഫ്ത്ത് വൺ ഏതാ, ഇറ്റ് ഈസ് എ വെൽ നോൺ ഫാക്റ്റ് ദാറ്റ് മൊനാർക്കി, നമ്മൾ മൊണാർക്കി എന്നൊക്കെ ഉച്ചരിക്കും. ഇത് മുൻപ് നമ്മൾ എയ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തതാണ്. മൊനാർക്കി എന്നാണ്. മൊനാർക്കി എന്ന് പറഞ്ഞാൽ എന്താ, ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം എന്ന അർത്ഥത്തിലുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പദത്തിൻ്റെ മുമ്പിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് തെറ്റ് വരുന്നത്, എന്താണ് ശരി എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ദ മൊണാർക്കി ഈസ് ഓഫ് ഗവേണൻസ് നോട്ട് ദ ബെസ്റ്റ് ഫോം, ഇറ്റ് ഈസ് എ വെൽ നോൺ ഫാക്റ്റ്. ഇവിടെ എവിടെയാണ് തെറ്റ് എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മൊണാർക്കി, അതുപോലെ തന്നെ ഡെമോക്രസി, പ്ലൂട്ടോക്രസി, ഡിക്റ്റേറ്റർഷിപ്പ് എന്നിവയുടെ മുൻപിലൊന്നും എന്തിൻ്റെ ആവശ്യമില്ല, ഈ പറഞ്ഞ പ്രകാരം നോ ആർട്ടിക്കിൾ ഈസ് റിക്വയർഡ്. അപ്പോൾ സ്വാഭാവികമായും ദ മൊണാർക്കി എന്ന് വേണ്ട, എന്തു മതി, ദാറ്റ് മൊണാർക്കി എന്ന് മതി. അപ്പോൾ ഈ പറയുന്ന ഡെമോക്രസി, പ്ലൂട്ടോക്രസി, ഡിക്റ്റേറ്റർഷിപ്പ് എന്നതിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, അൺനെസസറി ആണ്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.